ഹരിശ്രീ ഗണപതയേ നമഃ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം സുന്ദരകാന്ഡം 53-ാമത്തെ സർഗം. ഹനുമാന്റെ വാലിൽ തീ കൊളുത്തുന്നത്. തസ്യ തദ്വചനം ശ്രുത്വാ ദശഗ്രീവോ മഹാത്മന ദേശകാലഹിതം വാക്യം പ്രാതുരുത്തരമബ്രവീത്. ദശഗ്രീവൻ മഹാത്മാവായ വിഭീഷണന്റെ ദേശകാലോചിതമായ ഉപദേശം ശ്രവിച്ച് അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു. സമ്യക് ഉക്തം ഹി ഭവതാ ദൂതവധ്യാഭിഗർഹിത അവശ്യദൂവധാധന്യ ക്രിയതാമസ്യ നിഗ്രഹ. നീ പറഞ്ഞു ശരിയാണ്, ദൂതവധം നിന്ദ്യം തന്നെ. എങ്കിലും ഇവന് വധശിക്ഷയല്ലാതെ മറ്റെന്തെങ്കിലും ശിക്ഷ തീർച്ചയായും കൊടുത്തേ തീരൂ. കബീനാം കിലലാങ്കൂലം ഇഷ്ടം ഭവതി ഭൂഷണം തതസ്യ ദീപ്യതാം ശീഘ്രം തേന ദഗ്ധേന ഗച്ഛതോ. വാനരന്മാർക്ക് വാൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ്, അലങ്കാരവുമാണ്. അത് വേഗം കത്തിക്കുക. കത്തിക്കരിഞ്ഞ വാലോടുകൂടി അവൻ മടങ്ങിപ്പോകട്ടെ. വാനരന്മാർക്ക് വാൽമേൽ ശൗര്യമാകുന്നു. തത പശ്യന്തിമം ദീനം മംഗവൈരൂപ്യകർഷിതം സമിത്രജ്ഞാതയ സർവേ ബാന്ധവാ സസുഹൃജനാഹ. അംഗഭംഗത്താൽ കോലം കെട്ട മറ്റിൽ ഇവനെ മിത്രങ്ങളും ഇഷ്ടജനങ്ങളും ബന്ധുക്കളും എല്ലാം അവിടെ കാണട്ടെ. ആജ്ഞാപയാ രാക്ഷസേന്ദ്രാപുരം സർവം സജത്വരം ലാങ്കൂലേന പ്രദീപ്തേന രക്ഷോഭീ പരിണീയതാം. കത്തിജ്വലിക്കുന്ന വാലോടുകൂടി ഇവനെ രാക്ഷസന്മാർ നഗരത്തിലും നാൾക്കൂട്ട പെരുവഴികളിലും കൂടി വലിച്ചിഴച്ചു കൊണ്ടുപോകട്ടെ എന്ന് രാക്ഷസരാജ്യൻ ആജ്ഞാപിച്ചു. തസ്യ തദ്വചനം ശ്രുത്വാ രാക്ഷസാ ക്രോധമൂർച്ഛിതാഃ വേഷ്ടയന്തി സ്മലാങ്കൂലം ജീർണൈഃ കാർപാസകൈ പടേഃ. രാവണന്റെ ആജ്ഞ കേട്ട് കോപമൂർച്ഛിതരായ രാക്ഷസർ അവന്റെ വാലിൽ കീറത്തുണികൾ ചുറ്റിത്തുടങ്ങി. സംവേഷ്ടമാനേ ലാങ്കൂലേ വ്യവർദ്ധത മഹാകവിഃ ശുഷ്കമിന്ധനമാസാദ്യ വനേ ശിവഹുദാശന തൈലേന പരിശിച്യാദ തേഗ്നിം തഥാ തത്രാഭ്യപാദയൻ. വാലിൽ തുണി ചുറ്റി തുടങ്ങിയപ്പോൾ വാനരൻ വളർന്നു. രാക്ഷസർ വാലിൽ എണ്ണയൊഴിച്ച് തീ കൊളുത്തിയപ്പോൾ കാട്ടിൽ ഉണക്കവിറങ്ങിൽ തീ എന്ന പോലെ ആളി കത്തി തുടങ്ങി. ലാങ്കൂലം സംപ്രദീപ്തം തു ദൃഷ്ടം തസ്യ ഹനുമത സഹസ്ത്രീബാലവൃദ്ധാശ്ച ജഗ്മോ പ്രീതാ നിശാചരാ. സ്ത്രീകളടക്കം അബാലവൃദ്ധൻ രാക്ഷസർ ഹനുമാന്റെ കത്തിജ്വലിക്കുന്ന വാല് കാണുവാനായി അപ്പോൾ അവിടെ വന്നു ചേർന്നു. ലാങ്കൂലേന പ്രദീപ്തേന രാക്ഷസാംസാനപാതയത് രോഷാം ഹർഷഭരിതാത്മാ ബാലസൂര്യസമാനന. കോപാവിഷ്ടനായി ബാലസൂര്യനെ പോലെ തിളങ്ങുന്ന മുഖത്തോടു കൂടി ഹനുമാൻ തൻ്റെ കത്തി കാളിക്കൊണ്ടിരിക്കുന്ന വാൽ കൊണ്ട് ആ രാക്ഷസരെ അടിച്ചു വീഴ്ത്തി. സഭൂയാസം ഗതേ ക്രൂരേ രാക്ഷസേർ ഹരിസത്തമ നിബദ്ധ കൃതവാൻ വീരസ്തത് കാലസദൃശീം മതിം. രാക്ഷസന്മാർ സംഘടിച്ച് വാനരവീരനായ ഹനുമാനെ വീണ്ടും ബന്ധിച്ചു. ഈ സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. കാമം കലുണമേ ശക്ത നിബന്ധസ്യാഭിരാക്ഷസ ചിത്വാപാശാൻ സമുൽപത്യ അന്യാമഹമിമാൻ പുന. ഞാൻ ഇനിയും കയറുപൊട്ടിച്ച് മേലോട്ട് കുതിച്ച് ഇവരെ കൊന്നുകളയാം. ബന്ധിച്ചാലും ഈ രാക്ഷസർ എനിക്കൊപ്പം നിൽക്കാൻ ശക്തരല്ല തീർച്ച. യതി ഭർതൃഹിതാർത്ഥായ ചരന്തം ഭർതൃശാസനാത് ബധ്നന്ത്യേതേ ദുരാത്മാനോ നതുമേ നിഷ്കൃതികൃത. ഇങ്ങനെ ചെയ്താൽ സ്വാമിഹിതാർത്ഥം പ്രവർത്തിക്കുന്ന എനിക്ക് കൃതകൃത്യത ഉണ്ടാകുന്നതല്ല. ദുഷ്ടന്മാരായ ഇവർ രാജ്യാജ്ഞ അനുസരിച്ചാണല്ലോ സ്വതന്ത്രരായിട്ട് സഞ്ചരിക്കുന്ന എന്നെ ബന്ധിച്ചിരിക്കുന്നത്. സർവേഷാമേവ പര്യാപ്തോ രാക്ഷസാനാമഹം യുധി കിം രാമസ്യ പ്രീത്യർത്ഥം വിഷഹിഷ്യേഹമീദൃശം. രാക്ഷസന്മാർ എല്ലാവരോടും യുദ്ധം ചെയ്യാൻ ഞാൻ ഏകൻ മതി. എങ്കിലും രാമപ്രീതിക്ക് വേണ്ടി ഇതെല്ലാം ഞാൻ സഹിക്കുന്നു. ലങ്കാചാരയിതവ്യാ വൈ പുനരേവ ഭവേദിതി
രാത്രോ നഹി തു ദൃഷ്ടാ മേ ദുർഗകർമ്മ വിധാനത അവശ്യമേവ ദ്രഷ്ടവ്യ മയാ ലങ്കാനിശാക്ഷയേ. രാത്രിയിൽ ലങ്കാനഗരം നല്ലവണ്ണം കാണാനോ കോട്ടകളുടെ ശില്പചാതുരി മനസ്സിലാക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. പകൽ സമയത്ത് അത് അവശ്യം കാണേണ്ടത് തന്നെയാണ്. അതിനാൽ ഒരിക്കൽ കൂടി ലങ്കാനഗരം ചുറ്റി കാണേണ്ടതായിട്ടുണ്ട്. കാമം ബദ്ധസ്യ മേ ഭൂയ പ്രത്യസ്യോദീപനേന ജ പീഡാം കുർവന്തു രക്ഷാംസി നമേസ്തി മനസശ്രമ. രാക്ഷസന്മാർ എന്നെ വീണ്ടും ബന്ധിച്ച് വാലിൽ തീ കൊളുത്തി ഇഷ്ടം പോലെ ഉപദ്രവിക്കട്ടെ, അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഉത്സാഹം കെട്ടുപോകുന്നതല്ല. തതസ്ഥേ സമ്പ്രദാകാരം സത്വവന്തം മഹാകവിം പരിഗ്രഹ്യോഹൃഷ്ട രാക്ഷസ കവികുഞ്ചരം. ഇംഗിതം വെളിപ്പെടുത്താത്ത ഗംഭീരനായ ആ വാനരവീരനെ രാക്ഷസന്മാർ കെട്ടിവലിച്ചുകൊണ്ടും സന്തോഷത്താൽ ആർത്തു വിളിച്ചുകൊണ്ടും കൊട്ടാരത്തിൽ നിന്നും പുറത്തിറങ്ങി. ശംഖപേരീനിനാദൈസ്തം ഘോഷയന്ത സ്വകർമ്മഭിः രാക്ഷസ ക്രൂരകർമാണ ചാരയന്തി സ്മതാംപുരിം. ക്രൂരവൃത്തികളായ രാക്ഷസന്മാർ ശംഖപേരീനാദങ്ങളാലും അട്ടഹാസങ്ങളാലും അന്തരീക്ഷം ശബ്ദമുഖരിതമാക്കി ആ പട്ടണത്തിൽ ഹനുമാനെ വലിച്ചുകൊണ്ട് നടന്നു. അന്യയമാനോ രക്ഷോഭിർ യയോ സുഖമരിന്ദമ ഹനുമാംസാരയാമാസ രാക്ഷസാനാം മഹാപുരിം. ശത്രുനാശകനായ ഹനുമാൻ രാക്ഷസരുടെ അകമ്പടിയോടെ രാക്ഷസ നഗരം മുഴുവൻ സുഖമായി സഞ്ചരിച്ച് നല്ല പോലെ കണ്ടു. അതാ പശ്യത് വിമാനാനി വിചിത്രാണി മഹാകവിഃ സമൃദ്ധാൻ ഭൂമിഭാഗാംശ സുവിഭക്താശ്ചത്വരാൻ. വാനരന്മാർ വിചിത്രങ്ങളായ മാളികകളും വൻമതിലുകളാൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗങ്ങളും വിഭക്തങ്ങളായ രാജമാർഗസന്ധികളും കണ്ടു. വാനരവീരൻ വിചിത്രങ്ങളായ മാളികകളും വൻമതിലുകളാൽ ചുറ്റപ്പെട്ട ഭൂവിഭാഗങ്ങളും വിഭക്തങ്ങളായ രാജമാർഗസന്ധികളും കണ്ടു. വീതിശ്ചാഗ്രഹസമ്പാത കപി ശൃംഗാടകാനിജ തഥാ തത്യോപരത്യാശ്ച തഥൈവ ഗ്രഹകാന്തരാൻ ഗൃഹാംശ്ച മേഘസംഘാശാൻ ദദർശ പവനാത്മജ. വീടുകൾ തിങ്ങിയ വീതികൾ, 4 ഭാഗത്തേക്കും വഴികളുള്ള കേന്ദ്രസ്ഥാനങ്ങൾ, വൻ തെരുവീതികൾ, ഇടത്തെരുവുകൾ, വീടുകൾക്കിടയ്ക്കുള്ള കുടുസായ സ്ഥലങ്ങൾ, മേഘസമാനങ്ങളായ മണിമാളികകൾ എന്നിവയെല്ലാം വായുപുത്രൻ ദർശിച്ചു. ചത്വരേഷു ചതുഷ്കേഷു രാജമാർഗേ തദൈവ ജ ഘോഷയന്തി കവിം സർവേ ചാരയിത്യേവ രാക്ഷസ. നാൾക്കൂട്ട വഴികളിലും സത്രങ്ങളിലും രാജവീതികളിലും നിന്നിരുന്ന രാക്ഷസരെല്ലാം വാനരനെ കണ്ട് ചാരൻ ചാരൻ എന്ന് വിളിച്ചു കൂവി. ശ്രീബാലവൃദ്ധ നിർജഗ്മോ തത്ര തത്ര കുതൂഹലാത് തം പ്രദീപിതലാങ്കൂലം ഹനുമന്തം ദദിക്ഷവ. സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും തീയാളിക്കത്തുന്ന വാലോടുകൂടിയ ഹനുമാനെ കൗതുകത്തോടെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടെ പുറത്തു വന്നു നിന്നു. ദീപ്യമാനേ തതസ്ഥസ്യാലാങ്കൂലാഗ്രേ ഹനുമത രാക്ഷസ്യസ്താവിരൂപാഠ്യ ശംസോർദേവ്യാസ്തേദ പ്രിയം. ഹനുമാന്റെ വാലറ്റം തീപിടിച്ച് കത്തുവാൻ ആരംഭിച്ചപ്പോൾ വിരൂപാക്ഷികളായ രാക്ഷസികൾ സീതയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ അനിഷ്ട വാർത്ത അറിയിച്ചു. ത്വസ്തയാകൃത സംവാദ സീതേതാമ്രമുഖകവി ലാങ്കൂലേന പ്രദീപ്തേന സയേഷ പരിണീയതേ. സീതേ, നിന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ചുവന്ന മുഖത്തോടു കൂടി ആ കുരങ്ങന്റെ വാലിൽ തീക്കൊളുത്തി രാക്ഷസന്മാർ അങ്ങുമിങ്ങും വലിച്ചു കൊണ്ടുപോകുന്നു. ശ്രുത്വാ തദ്വചനം ക്രൂരം ആത്മാവഹരണോപമം വൈദേഹി ശോകസന്തപ്ത ഉദാസനമുപാഗമത്. തന്നെ അപഹരിച്ചു പോലെയുള്ള ദുസ്സുഹമായ വാക്യം കേട്ട് സീത ശോകസന്തപ്തയായി അഗ്നിയുടെ അടുത്തെത്തി. മംഗളാഭിമുഖീ തസ്യാസീൻ മഹാകവേ ഉപദസ്തേ വിശാലാക്ഷി പ്രയതാഹവ്യവാഹനം. വിശാലാക്ഷിയായ അവൾ ആ കവിവരനു വേണ്ടി മംഗള പ്രാർത്ഥന നടത്തി ഭക്തിപൂർവം അഗ്നിഭഗവാനെ വന്ദിച്ച് സ്തുതിച്ചു. യദ്യസ്തി പ്രതിശുശ്രൂഷ യദ്യസ്തി ചരിതം തപ യതി ചാസ്ത്യേകപത്നീത്വം സീതോ ഭവ ഹനുമത. ഞാൻ പതിശുശ്രൂഷ നിരതയാണെങ്കിൽ, എനിക്ക് തപശക്തി ഉണ്ടെങ്കിൽ, ഞാൻ പതിമാത്ര ശരണ ആണെങ്കിൽ ഹനുമാന് അഗ്നി തണുപ്പുള്ളതായി തീരണമേ. യതി കിഞ്ചിത് അനുക്രോശാദസ്യ മയ്യസ്തി ധീമത യതി ഭാഗ്യശേഷോ മേ സീതോ ഭവ ഹനുമത. ധീമാനായ രാമന് എൻ്റെ പേരിൽ അല്പമെങ്കിലും ദയ ഉണ്ടെന്നിരിക്കിൽ, മാത്രമല്ല
എനിക്ക് അല്പമെങ്കിലും ഭാഗ്യമുണ്ടെന്നിരിക്കിൽ ഹനുമാന് അഗ്നി ശീതളനായി തീരട്ടെ. യതിമാമൃത്ത സമ്പന്നാം തൽസമാഗമലാലസാം സവിജാനാതി ധർമാത്മാ ശീതോപവ ഹനുമത. ഞാൻ ഭർത്തൃസമാഗമം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പതിവ്രതയാണെന്ന് ധർമാത്മാവായ അദ്ദേഹം അറിയുമെങ്കിൽ ഹനുമാന് അഗ്നിശീതളനായി തീരണമേ. യതിമാൻ താരയേതാര്യ സുഗ്രീവ സത്യസങ്കര അസ്മാദുഃഖാത് മഹാബാഹു ശീതോഭവ ഹനുമത. സത്യസന്ധനും വീരനും ആദരണീയനുമായ സുഗ്രീവൻ എന്നെ ഈ ദുഃഖത്തിൽ നിന്ന് കരകയറ്റുമെങ്കിൽ ഹനുമാന് അഗ്നി തണുപ്പുള്ളതായി തീരണമേ. തതസ്തീഷ്ണാർച്ചിതവ്യഗ്ര പ്രതിഷ്ഠിണ ശിഖോനല ജജ്വാല മൃഗശാഭാഷ്യ ശംസന്നിവ ശിവം കവേ. അത്യുഗ്രജാലകളോടുകൂടിയ അഗ്നി കപിശ്രേഷ്ഠനായ ഹനുമാന് ഉപദ്രവകരമായി തീരുന്നില്ലെന്ന് സുന്ദരിയായ സീതയ്ക്ക് പ്രത്യക്ഷമായി അറിയിക്കുന്ന പോലെ അഗ്നി ശുഭസൂചകമായി ശാന്തമായി ജ്വലിച്ചു. അനുമജ്ജനകശ്ചാപി പുച്ഛാനലയുധോനില വവോ സ്വാസ്ഥ്യകരോ ദേവ്യ പ്രാലേയാനില ശീതള. പിതാവായ വായുഭഗവാൻ ഹനുമാന്റെ വാല് കത്തുന്ന തീയിന് കൂട്ടായിരുന്നുവെങ്കിലും ദേവിക്ക് സ്വാസ്ഥ്യം നൽകുമാറ് കുളിർമ നൽകുന്ന മഞ്ഞ് കാറ്റായി വീശിത്തുടങ്ങി. ദഹ്യമാനേ ജലാങ്കൂലേ ചിന്തയാമാസവാനര പ്രദീപ്തോഗ്നിരയം കസ്മാ നമാം ദഹതി സർവദാ. വാലിൽ തീ ആളി കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹനുമാൻ ഇങ്ങനെ ചിന്തിച്ചു. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഗ്നി എന്തുകൊണ്ടാണ് എന്നെ പൂർണ്ണമായും ദഹിപ്പിക്കാതിരിക്കുന്നത്? ദൃശ്യതേജ മഹാജ്വാല കരോദീനജമേ രുജം ശിശിരസ്യേവ സമ്പാദോ ലാംഗൂലാഗ്രേ പ്രതിഷ്ഠിത. അഗ്നിജ്വാല കലാപത്തോടുകൂടി ആളിക്കത്തുന്നു. എനിക്കോ യാതൊരു വേദനയും അനുഭവപ്പെടുന്നുമില്ല. മാത്രമല്ല വാലിൻ്റെ അഗ്രത്തിൽ ഹിമവർഷം പെയ്യുന്നത് പോലെ തോന്നുന്നുമുണ്ട്. അഥവാ തദിതം വ്യക്തം യൽദൃഷ്ടം പ്ലവതാമയ രാമപ്രവാവാദാശ്ചര്യം പർവ്വതസരിതാംബദോ. സംശയമില്ല, സമുദ്രലംഘന വേളയിൽ രാമാനുഗ്രഹത്താൽ സമുദ്രമധ്യത്തിൽ പർവ്വതം കണ്ടതുപോലുള്ള ഒരാശ്ചര്യം തന്നെയാണ് ഇതും. യതി താവത് സമുദ്രസ്യ മൈനാകസ്യ ജദീമത രാമാർത്ഥം സംഭ്രമസ്താദൃ കിമഗ്നിർനകരിഷ്യതി. സമുദ്രരാജാവിനും ധീമാനായ മൈനാകത്തിനും രാമകാര്യത്തിൽ വളരെയധികം താല്പര്യമുണ്ടായി. ആ നിലയ്ക്ക് അഗ്നിയും ഇപ്രകാരം ചെയ്തതായിരിക്കും. സീതായാസനിശംസ്യേന തേജസാരാഘവസ്യ ച പിതുശ്ച മമ സംഗേന നമാം ദഹതി പാവക ഭൂയസ്സ ചിന്തയാമാസ മുഹൂർത്തം കവികുഞ്ചര. സീതയുടെ കാരുണ്യത്താലും രാഘവന്റെ ദിവ്യശക്തിയാലും എൻ്റെ പിതാവുമായുള്ള ബന്ധുത്വത്താലും അഗ്നി എന്നെ ദഹിപ്പിക്കുന്നില്ല. വാനരൻ വീണ്ടും ഒരു മുഹൂർത്ത നേരം ഭാവി കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു. ഉൽപപാതാത വേഗേന നനാഥ മഹാകവി. കാര്യനിർവഹണ വ്യഗ്രനായ കവിവീരൻ ഉടനെ മേൽപോട്ട് കുതിച്ചുയർന്ന് ഒരു ഗർജനം ചെയ്തു. പുരദ്വാരം തത ശ്രീമാൻ ശൈലശൃംഗമിവോന്നതം വിഭക്തരക്ഷസമ്പാദം അസസാധാനിലാത്മജ. പിന്നീട് ശ്രീമാനായ വായുപുത്രൻ പർവ്വത ശിഖരം പോലെ ഉയർന്നതും രാക്ഷസരുടെ തിരക്കില്ലാത്തതുമായ ഒരു ഗോപുരത്തിൽ മുകളിൽ കയറിയിരുന്നു. സഭൂതാശൈലസംഘാശാക്ഷണേന പുനരാത്മവാൻ ഹ്രസ്വതാം പരമാം പ്രാപ്തോ ബന്ധനാന്യവശാദയത്. ആത്മജ്ഞനായ അവൻ പർവ്വതതുല്യനായി വളർന്നു. ഉത്തരക്ഷണത്തിൽ ഏറ്റവും ചെറിയ രൂപം സ്വീകരിച്ചു. അതോടെ കെട്ടുകളെല്ലാം അഴിഞ്ഞു വീണു. വിമുക്താച്ഛാദ് ഭവ ശ്രീമാൻ പുനഃ പർവ്വത സന്നിഭ വീക്ഷമാണാശ്യദൃശേ പരികം തോരണാശ്രിതം. ഹനുമാൻ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിമുക്തനായി തോരണത്തിൽ ഘടിപ്പിച്ചിരുന്ന പരികം കണ്ട് പിന്നെയും പർവ്വതസമാനായി വളർന്നു. സദം ഗ്രഹ്യ മഹാബാഹോ കാലായ സപരിഷ്കൃതം ദക്ഷിണസ്ഥാൻ പുനഃസർവാൻ സൂതയാമാസ മാരുതി. മഹാബാഹുവായ മാരുതി ഇരുമ്പുകെട്ടുകളുള്ള ആ പരികമ്പെടുത്ത് അവിടെ നിൽക്കുന്ന കാവൽക്കാരെ അടിച്ചുകൊന്നു. സദാ നിഹത്വാരണചണ്ഡ വിക്രമ സമീക്ഷമാണ പുനരേവ ലങ്കാം പ്രദീപ്തലാങ്കൂലകൃതാർച്ചിമാലേ പ്രകാശദാദിത്യ ഹിവാർച്ചമാലേ. തീജ്വാലകൾ വെട്ടിത്തിളങ്ങുന്ന വാലോടുകൂടിയ ഹനുമാന് കാവൽക്കാരെ കൊന്ന ശേഷം ലങ്കാനഗരത്തിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. അപ്പോൾ അദ്ദേഹം രശ്മിജാലങ്ങളോടുകൂടിയ സൂര്യനെ പോലെ ശോഭിച്ചു.
അധ്യാത്മരാമായണം കളിപ്പാട്ടിൽ ഈ ഭാഗം വളരെ മനോഹരമായിട്ടും ഉജ്ജ്വലമായിട്ടും വർണ്ണിച്ചിരിക്കുന്നു. അതിങ്ങനെയാണ്: രാക്ഷസ രാജാവിൻ്റെ ആജ്ഞാനുസാരം പ്രഹസ്തന്റെ ചോദ്യങ്ങൾക്ക് ഹനുമാൻ നൽകുന്ന മറുപടി. വനജവിടവികളെ ഉടനുടനിഹ തകർത്തതും വാനരവംശ പ്രകൃതിശീലം വിഭോ. തുകലിൽ നിശിചരവരരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം. മരണഭയം അകതളിരിലില്ലയാതെ ഭുവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം. ദശവദന സമരഭുവി ദേഹരക്ഷാർത്ഥമായ തൊൾമൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം. ദശനിയുത ശതവയസി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ. ഇനി വേറെ ഭാഗം നോക്കാം. അകതളിരിൽ അറിവ് കുറയുന്നവർക്കേറ്റമുൾ അജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം. തെജമനസി ദശവദന രാക്ഷസിം ബുദ്ധിയെ ദൈവ്യം ഗതിയെ സമാശ്രയിച്ചിടു നീ. അതു ജനന മരണ ഭയനാശിനി നിർണയം അന്യയായുള്ളതു സംസാരകാരിണി. ഹനുമാന്റെ ജ്ഞാനോപദേശം കേട്ട് ക്രുദ്ധനായ രാവണൻ കേൾപ്പിക്കുന്ന ഭാഗമാണ് അടുത്തത് വരുന്നത്. തിലസദൃശം ഇവനെ ഇനി വെട്ടി നുറുക്കുവിൻ ധിക്കാരമിത്ര കണ്ടില്ല മറ്റാർക്കുമേ. മമ നികടഭുവി വടിവോടൊപ്പമിരുന്നു മാം മറ്റൊരു ജന്തുക്കൾ ഇങ്ങനെ ചൊല്ലുമോ. ഇതിന് ഹനുമാൻ നൽകണ മറുപടി: നിനവുതവ മനസ്സി വരുതെത്രയും നന്നു നീ നിന്നോടെതിരൊരു 100,000 രജനിചര കുലപതികളായി ഞെളിഞ്ഞുള്ളൊരു രാവണന്മാരൊരു മിച്ചതീർത്തിടിലും. നിയതമിതു മമ ചെറുവിരൽക്കു പോരാ പിന്നെ നീ എന്തു ചെയ്യുന്നതെന്നോടു കശ്മല. ഇത് കേട്ട് രാവണൻ ഹനുമാനെ വധിക്കാൻ കൽപ്പിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് വിഭീഷണൻ ദൂതപദം ധർമ്മമല്ലെന്ന് ഉപദേശിക്കുന്നത്. അരുതരുതു ദുരിതമിതു ദൂതനെ കൊല്ലുകെന്നാർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിടുവിൻ. ഇവനെ വയമിവിടെ വിരവോടു കൊന്നിടിനാൽ എങ്ങനെയങ്ങറിയൊന്നിതു രാഘവൻ. അതിനു പുനരിവനൊരു അടയാളമുണ്ടാക്കി നാം അങ്ങയക്കേണം അതല്ലോ നൃപോചിതം. ഹനുമാന്റെ വാലിൽ തുണി ചുറ്റിയ കാര്യം വാൽമീകി രഘുവായിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയപ്പോൾ അധ്യാത്മരാമായണകാരൻ അത് വിസ്തരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തിലരസഹൃദാതി സംസിക്ത വസ്ത്രങ്ങളാൽ തീവ്രം തെരുതെരെ ചുറ്റും ദശാന്തരെ. അതുലബലനബലതരം അവിടമരു വീടിനാൻ അത്യായ സ്ഥൂലമായിതു വാഴ്ത്തത. വസനഗണമഖിലവും ഒടുങ്ങി ചമഞ്ഞിതു വാലോമതീവ ശേഷിച്ചിതു പിന്നെയും. നിഖില നിലയന നിഹിത പട്ടാമ്പരങ്ങളും നീളെ തിരഞ്ഞുകൊണ്ടെന്നു ചുറ്റിടിനാർ. അതുമുടൻ ഒടുങ്ങി വാൾ ശേഷിച്ചു കണ്ടള് വങ്ങുമിങ്ങും ചെന്നു കൊണ്ടുവന്നിടിനാർ. തിലജകൃത സുസ്നേഹ സംസിക്ത വസ്ത്രങ്ങൾ ദിവ്യപട്ടാം ശുഗജാലവും ചുറ്റിനാർ. വികൃതി പെരുതിവനു വസനങ്ങളിൽ ഒന്നിനി സ്നേഹവുമെല്ലാം ഒടുങ്ങിയതശേഷവും. അലമലമിതമലനിവനെത്രയും ദിവ്യനീതാർക്കു തോന്നി വിനാശത്തിനെന്നാർ ചിലർ. എത്ര മനോഹരമായിട്ട് ആ സുന്ദരകാന്ഡം വർണ്ണിച്ചിരിക്കുന്നത്. ഇതോടുകൂടി 53-ാമത്തെ സർഗം ഇവിടെ അവസാനിച്ചു. ഇനി ലങ്കയെ ദഹിപ്പിക്കുന്ന 54-ാമത്തെ സർഗം അടുത്ത വീഡിയോയിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇത്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകിയേ ആദികാവ്യേ സുന്ദരകാണ്ഡേ 53 സർഗഃ. 53-ാമത്തെ സർഗം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.